കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു എണ്ണ ടാങ്കറും അതിനെ അകമ്പടി സേവിച്ചുകൊണ്ടുള്ള ഒരു റഷ്യൻ നാവികസേനയുടെ കപ്പലിനെ കുറിച്ചായിരുന്നു ആ വാർത്ത. ആ കപ്പൽ ക്യൂബയുടെ തീരത്ത് എത്തുമോ എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യവും. ലോകം ആകാംക്ഷയോട് ഉറ്റുനോക്കിയിരുന്നതും അതുതന്നെയാണ്. കാരണം അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് ക്യൂബ. ഒപ്പം തന്നെ ക്യൂബയുടെ ജലാശയത്തിൽ ക്രൂഡ് ഓയിലും മറ്റും ഇറക്കുമതി ചെയ്യുന്നത് തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ കപ്പലിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റു നോക്കിയിരുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ടാങ്കർ മറ്റാസസ് എന്ന് പറയുന്ന അവരുടെ ഈ പറയുന്ന ക്യൂബയുടെ തുറമുഖത്ത് എത്തും. ഒപ്പം തന്നെ ഇപ്പോഴത്തെ കപ്പലിന്റെ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം ഞായറാഴ്ച വൈകുന്നേരം ക്യൂബ ടെറിട്ടോറിയൽ ജലാശയത്തിന്റെ 1 കിലോമീറ്റർ അകലെയായിട്ട് ഈ കപ്പൽ, 1 മൈൽ അകലെയായിട്ട് ഈ കപ്പൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വേഗത കണക്കൂട്ടുമ്പോഴാണ് ഇന്ന് രാത്രിയോടുകൂടി കപ്പൽ ഈ ക്യൂബയുടെ തുറമുഖത്ത് എത്തും എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത്. ജനുവരി മുതൽ ക്യൂബയിലേക്കുള്ള എണ്ണ ഇറക്കുമതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്ക. ഒപ്പം തന്നെ ക്യൂബൻ ജലാശയത്തിൽ വരുന്ന ടാങ്കറുകളെ വഴിതിരിച്ചു വിടാനും ഈ മേഖലയിൽ ഇത്തരം കപ്പലുകളെ തടയാനും മേഖലയിലെ US കോസ്റ്റ് ഗാർഡ് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഈ കപ്പലിനെ US കോസ്റ്റ് ഗാർഡ് തടഞ്ഞില്ല എന്ന് മാത്രമല്ല, ടാങ്കറിന് മുൻപോട്ട് പോകാമെന്ന് US ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതുകൂടി തന്നെ ലോകത്തിന്റെ ഒരു വലിയ ആശങ്കയാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ കപ്പലിനെ ആക്രമിക്കുകയാണ് എങ്കിൽ അത് യുദ്ധത്തിലേക്ക് തീരും. അതുകൊണ്ട് തന്നെ ആകണം ഈ ടാങ്കറിന് അകമ്പടിയായിട്ട് റഷ്യ അവരുടെ നാവികസേനയുടെ ഒരു പടക്കപ്പൽ കൂടി അയക്കുകയുണ്ടായി. ഏതായാലും ഒരു സംഘർഷം ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ല എങ്കിൽ അമേരിക്ക റഷ്യയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ലോകമഹായുദ്ധമായി അത് മാറിയാന്. ഒരു ടാങ്കർ ലോകത്തിന്റെ മുഴുവൻ മുൾമുനയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോഴതിന് വലിയ അയവ് വന്നിരിക്കുന്നു, ആശ്വാസം വന്നിരിക്കുന്നു. ആ കപ്പൽ ക്യൂബയുടെ തീരത്തേക്ക് 7,30,000 ബാരൽ ക്രൂഡ് ഓയിലുമായി എത്തുമ്പോൾ ക്യൂബയ്ക്കും അത് വലിയ ആശ്വാസമാണ്. കാരണം വലിയ രീതിയിൽ തന്നെ ഊർജ്ജ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകയാണ് ക്യൂബ. ആശുപത്രികൾ അടക്കം പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം, ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലേക്കാണ് ആശ്വാസ തീരമണിഞ്ഞ് റഷ്യൻ കപ്പലെത്തുന്നു, അമേരിക്ക തടയുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.